എന്താന്ന് പഠിക്കണം. അത് പഠിക്കാതെ ഇസ്ലാമിനെ പറ്റി ആരും പറയും. ഇസ്ലാം മനുഷ്യ സമുദായത്തിനെ ബഹുമാനിച്ചു. മനുഷ്യന് ബഹുമാനം എത്രത്തോളം, മനുഷ്യന്റെ ഡെഡ് ബോഡിക്ക് ബഹുമാനം, മനുഷ്യന്റെ ജീവൻ പോയ ഡെഡ് ബോഡിക്ക് ബഹുമാനം. ആ ബഹുമാനം എത്ര! സുബ്ഹാനല്ലാഹ്, ഒരു യഹൂദിയുടെ മയ്യിത്ത് കൊണ്ടുപോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴുന്നേറ്റുന്നു. സഹാബത്ത് ചോദിച്ചു, നബി അത് യഹൂദിന്റെ മയ്യിത്തല്ലേ, ഇസ്ലാമിൽ വർഗീയതുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ മറുപടി, അലൈസത്തി നഫ്സൻ, അതൊരു മനുഷ്യ ശരീരമല്ലേ? മനുഷ്യ ശരീരത്തിലെ ആദരിച്ച മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ മുസ്ലിമിന്റെ ഡെഡ് ബോഡി മാത്രമല്ല, ആ മുസ്ലിമിന്റെ ഡെഡ് ബോഡിയും മാലിന്യമല്ല എന്ന് ഇസ്ലാം. ഡെഡ് ബോഡി നജസല്ല എന്ന് ഇസ്ലാം. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വരുന്നത് പറയാൻ സമയമല്ല. ഇയാളെ രോമം കത്തിച്ചു നോക്കണമെന്ന്, ഇയാളെ രോമം കത്തിച്ചു നോക്കണമെന്ന് ഈ മൊയ്ലിയാർ എന്താ പറയാ? ഉപ്പാന്റെ രോമം കത്തിച്ചോളി എന്നാ പറയാ. ഈ മൊയ്ലിയാരാണെങ്കിൽ അയാൾ പറയും അങ്ങനെ രോമം കത്തിക്കാൻ നമുക്ക് ഇല്ല, അത് കഫൻ തുണിയുടെ കൂടെ വെച്ചിട്ട് അല്ലെ വേറെ തുണി വെച്ചിട്ട് മറമാടുകയാണ് വേണ്ടത്. ബഹുമാനത്തോടുകൂടി ഡെഡ് ബോഡി ബഹുമാനിക്കുന്നത് പോലെ ഈ രോമത്തെയും ബഹുമാനിക്കണം, ഈ മുടിയെ ബഹുമാനിക്കണം എന്ന് വിവരമുണ്ടെങ്കിൽ വിവരമില്ലാത്തവരെ തീ കൊടുത്താളെന്ന് പറയും. കാരണം ഡെഡ് ബോഡിക്ക് ബഹുമാനമാണ്. ഡെഡ് ബോഡിയിൽ പുറത്തു വന്ന രോമത്തിന് ബഹുമാനമാണ്. മനുഷ്യന്റെ സാധാരണ മനുഷ്യന്റെ പറ്റി അമ്പിയാക്കളൊന്നും എല്ലാവരും അമ്പിയാക്കളെ രോമത്തിന്റെ ബഹുമാനമൊക്കെ പറയണോ, അത് വേറെ. സാധാരണ മനുഷ്യന്റെ പറഞ്ഞത് ഏത് മുത്തഅല്ലിമിനും മനസ്സിലാകുന്ന മസലല്ലേ ഇത്. ഇനി സഹോദരന്മാരെ ഞാൻ പറയട്ടെ, അപ്പോ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്താന പരമ്പര. ഇപ്പൊ ചിലരെ കണ്ടുപിടുത്ത എങ്ങനെ അറിയോ? പുത്തംവാദികളെ കണ്ടുപിടുത്താൻ പുത്തംവാദി ചിലർ പറഞ്ഞു വെച്ചാല് ശരീരത്തിന് പുറപ്പെടുന്ന ഒക്കെ ഡെഡ് ബോഡി വേസ്റ്റ്. ശരീരത്തിൽ പുറപ്പെട്ടാൽ ഒക്കെ ബോഡി വേസ്റ്റ്. സുബ്ഹാനല്ലാഹ്, ഈ പറയുന്ന ആളോ ഒരു ബോഡി വേസ്റ്റ് അല്ല. കാരണം പാപ്പാന്റെ ഉമ്മാന്റെ ശരീരത്തിൽ പുറപ്പെട്ടെ പറയുന്ന ആള് ബോഡി വേസ്റ്റ്. രണ്ട് ബോഡിന്ന് പുറപ്പെട്ട വേസ്റ്റ് ആവില്ല ഇയാളും. ഇനി സുബ്ഹാനല്ലാഹ്, ഇനി ഒന്നുകൂടി പറയാൻ എത്രത്തോളം ബാപ്പാന്റെ ഉമ്മാന്റെ ശരീരത്തിൽ നിന്ന് വേസ്റ്റ് പുറപ്പെട്ട വകയിൽ അവർക്ക് കുളിക്കൽ ഉജൂബായിരിക്കുന്നു. അത്ര സംഗതി മോശ. അപ്പൊ എന്നാ പിന്നെ ഇയാളെ നിസ്സാരപ്പെടുത്താൻ പറ്റും. എന്നാ അതും പോട്ടെ സുഹൃത്തുക്കളെ, നിങ്ങൾ നോക്ക്, ഇവിടെ മിൽമന്റെ പാലിട്ടു, മിൽമന്റെ പാലിട്ടു, പശുവിൻ പാലിട്ടു, ആട്ടും പാലിട്ടു, ഇല്ലേ? ഇവിടെ നായന്റെ പാലിട്ടോ? നായിന്റെ പാലിട്ടു കിട്ടൂല. എന്താ കാരണം? നായിന്റെ പാലും പശുവിന്റെ പാലും ഒരുപോലെ. ഒന്ന് നജസിന്റെ പാല, ഒന്ന് അറുത്താ തിന്നാൻ പറ്റുന്ന ജീവിയുടെ പാല. അറുത്താ തിന്നാൻ പറ്റുന്ന ജീവിയുടെ ശരീരത്തിൽ നിന്ന് ഒരു സാധനം പുറപ്പെട്ട് വന്നു നോക്കുമ്പോ അത് ഔഷധ. ഏത് പശുവിൻ പാല് ഔഷധമാണ്, അതുപോലെ ആട്ടും പാല് ഔഷധമാണ്. ഇത് ബോഡിയിൽ നിന്ന് പുറപ്പെട്ട് വന്ന സാധനല്ലേ? ബോഡിയിൽ നിന്ന് പുറപ്പെട്ട സാധനമൊക്കെ പാലില്ല, എന്നാ പാലുടിക്കാൻ പറ്റുമോ? സുബ്ഹാനല്ലാഹ്, ഇത് മനുഷ്യന്റെ അല്ല ഇപ്പൊ പറഞ്ഞത്, ഇപ്പൊ മൃഗത്തിന്റെ ചർച്ച. ഈച്ചന്റെ മൃഗത്തിന്റെ ഒക്കെ ആദ്യം തീരുമാനമായിട്ട് എന്നിട്ട് പറയാ മനുഷ്യന്റെ ചർച്ച ചെയ്തിട്ട് പറയാ അഫ്ദലുൽ ഖലായിഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ആദ്യം ജീവികളെ നിർത്തി ചർച്ച ചെയ്യാം. ഈച്ച മുതൽക്ക് ചർച്ച തുടങ്ങി. ഓ സഹോദരന്മാരെ, ഇനി നിങ്ങൾ നോക്കൂ, പറഞ്ഞാലുണ്ടോ തീരുന്നു. മനുഷ്യ ശരീരം തന്നെ മറ്റൊരു ബോഡിയിൽ നിന്ന് വന്നതല്ലേ? ഇനി നിങ്ങൾ നോക്കൂ സുഹൃത്തുക്കളെ, ഇരിക്കട്ടെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ചർച്ച ചെയ്താൽ അവിടുത്തെ ഖിയാമത്ത് വരെ വലിയ ബഹുമാനമാണ്. എന്തേ? അവിടുത്തെ ശരീരത്തിൽ നിന്ന് പുറപ്പെട്ട ഒരു ചെറിയ അംശത്തിന്റെ അംശം ആ തങ്ങന്മാരെ ശരീരത്തിലുള്ളത് കൊണ്ട് ലോകം മുഴുക്കെ തങ്ങന്മാരെ ബഹുമാനിക്കുന്നു. ഖുർആൻ ഞാൻ പറഞ്ഞില്ലേ, വദ്ദുഹാ വല്ലൈലി എന്നതിന്റെ തഫ്സീർ വരെ തങ്ങന്മാർ എന്ന് ഇമാമികൾ തഫ്സീർ പറഞ്ഞില്ലേ? ആ നിലക്കുള്ള ബഹുമാനം ഉണ്ടായില്ലേ? ഹദീസിൽ പറഞ്ഞത് എത്രയോ വേറെയുണ്ട്, അതുകൊണ്ട് പറഞ്ഞാൽ തീരുന്നു. ഇനി ഞാൻ നിങ്ങളോട് പറയുന്നത് മേൽപോട്ടൊന്ന് നോക്കൂ. മിനൽ അസ്ലാബിൽ കരീമത്തിൽ ഫാഖിറത്തിൽ അർഹാമി സക്കിയത്തി താഹിറ. നബി തങ്ങളുടെ ഉപ്പാപ്പമാര്, ആ ഉപ്പാപ്പമാരൊക്കെയും വലിയ വലിയ മഹാന്മാര്. ആ മഹാന്മാരിൽ അതാ അബ്ദുൽ മുത്തലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അഭിമാനത്തോടെ പറഞ്ഞില്ലേ, അനന്നബിയു ലാ കദിബ് അനബ്നു അബ്ദുൽ മുത്തലിബ്. ചിലര് പറയുന്നത് എന്താ, ഒരു വിവരമില്ലാത്ത മതം പറയാൻ പോയിട്ട് അവൻ പറയുന്നത് എന്താ, അബ്ദുൽ മുത്തലിബ് ഒക്കെ നരകത്തിലാണ്, ഒക്കെ മുശ്രിക്കുകളാണ്, കാഫിര്യങ്ങളാണ് ഫത്വ കൊടുക്കുകയാണ്. അബ്ദുൽ മുത്തലിബ് ആമീൻ ഓക്കെ നരകത്തിൽ. കാരണം ഇവർ ഈ നരകം ഉണ്ടാക്കി വെച്ചിട്ട് ആളെ കിട്ടാതെ ടാക്സി വിളിക്കുന്ന മാതിരിയാ.
എന്നാ സഹോദരന്മാര് നിങ്ങൾ ഓർക്കണം അബ്ദുൽ മുത്തലിബിന്റെ മകനാണ് ഞാൻ. അഭിമാനത്തോടെ മുശ്രിക്കുകളോട് പറയാ മുഹമ്മദ് റസൂലുള്ളാഹി. അതെന്താ കാരണം അബ്ദുൽ മുത്തലിബ് അഭിമാനിക്കാൻ പറ്റുന്ന ബാപ്പയാ, അതുകൊണ്ടാ. എന്നാ പോകട്ടെ, അവിടുന്നൊക്കെ മേലോട്ട് പോട്ടെ. സയ്യിദുനാ നബിയുല്ലാഹി ഇസ്മാഈൽ അല്ലാഹുവിന്റെ റസൂലിന്റെ ബാപ്പയാണ്, ഉപ്പാപ്പയാണ്. ആ ഉപ്പാപ്പ കാല് വെച്ച സ്ഥലത്തുനിന്ന് വെള്ളം പൊട്ടി ഒലിച്ചു. അതിന്റെ പേരെന്താ മോനെ? സംസം. എന്താ ഈ സംസം എന്ന് പറഞ്ഞാൽ? സംസം എന്നുള്ള പേരെടുത്ത് വന്നതാ. ഉപ്പാപ്പ കാല് വെച്ച സ്ഥലത്തുനിന്നൊരു വെള്ളം പൊട്ടി ഒലിച്ചപ്പോ ഉമ്മാമ സമീപത്തെത്തി. അതാണ് ഹാജർ ബീബി റളിയല്ലാഹു അൻഹാ. ഉമ്മാമ കൈകൊണ്ടൊരു തടാകം കെട്ടി. ഒരു പെണ്ണ് ഒരു തടാകം കൈകൊണ്ട് കെട്ടിയാൽ മുല്ലപ്പെരിയാർ അണക്കെട്ടാകുമോ? ആവൂലെന്ന് ഉറപ്പല്ലേ? ഒരു പെണ്ണ് കെട്ടിയ തടാകമല്ലേ, അതിന് ഇത്ര വലിപ്പമൊന്നും കണക്കില്ലേ? ആ തടാകത്തിന്റെ മേലെ കൂടി വെള്ളം കവിഞ്ഞൊഴുകുമ്പോ ആ ഉമ്മോർ ഓർഡർ ചെയ്തു. ഔലിയാക്കളെ ഓർഡറിന് വലിയ വിലയാണ്. എന്നുടയകളുടയവൻ തന്റെ ആകൂന്ന് ഞാൻ ചൊൽകില്ലാകും അതെന്നോവർ. ഇത് റസൂലുള്ളാഹിന്റെ ഉമ്മാമയാണ്, വലിയത്താണ്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ഭാര്യയാണ്. മഹദി ഒരൊറ്റ ഓർഡറാണ്, അടങ്ങണം ഒതുങ്ങണം, അടങ്ങണം ഒതുങ്ങണം, കവിയരുത്. അവിടെ നിന്നു വെള്ളം. കാരണം ഇതൊരു വലിയതായ പെണ്ണിന്റെ ഓർഡറാണ്. ഓ, നിങ്ങൾ പുത്തമ്പാദികളെ കാണുമ്പോ ചോദിക്കണം, സംസം വെള്ളവും കൊണ്ടെങ്കിൽ വരും മക്കത്തുനിന്ന് വരുമ്പോ ചോദിക്കാൻ അതിന്റെ പേരെന്താണ്? അപ്പൊ പറയും സംസം. എങ്ങനെയാ പേര് വന്നതെന്ന് ചോദിക്കണം. അപ്പൊ ഒരു ഹാജർ ബീബി പറഞ്ഞതാണ്. അങ്ങനെ മഹദികൾ പറഞ്ഞാ വെള്ളം നിൽക്കുമോ എന്ന് ചോദിക്കണം, വെള്ളത്തിൽ നിൽക്കുമോ എന്ന് ചോദിക്കണം. സംസം വെള്ളം കുടിക്കാൻ വിടരുത്, കുടിക്കുന്നതിന് മുമ്പ് ഇത് ചോദിക്കണം. ഓ സുഹൃത്തുക്കളെ, വെള്ളം അവിടെ നിന്നു. ആ വെള്ളത്തിന്റെ ഒരു മഹത്വം നിങ്ങളൊന്ന് നോക്കൂ. ഒരു കൊല്ലം എത്ര കോടി ജനങ്ങളാണ് ഇത് കുടിക്കുന്നത്. ഞാൻ എന്റെ വീട്ടിൽ എന്റെ മകന്റെ കല്യാണ പരിപാടി നടത്തി കഴിഞ്ഞ കൊല്ലം. നിങ്ങളെ ക്ഷണിക്കാതിരുന്ന സ്റ്റേറ്റ് സമ്മേളനം അല്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ആ കല്യാണം നടന്നപ്പോ 1000-ഓ 2000-ഓ ആള് വന്ന് പോയിട്ടുണ്ടാകാം. പക്ഷേ ആ കല്യാണ പരിപാടി നടന്നു കഴിയുമ്പോഴേക്ക് വയലിന്റെ വക്കിനുള്ള നിറയെ വെള്ളമുള്ള എന്റെ കിണറ്റിലെ വെള്ളം തീർന്നുപോയി. അപ്പുറത്തെ കിണറ്റിലെ വെള്ളവും തീർന്നുപോയി. 2-3 കിണറ്റിലെ വെള്ളം തീർന്നുപോയി. സുബ്ഹാനല്ലാഹ്, നിങ്ങളൊന്ന് ചിന്തിക്കൂ. എവിടെ? വയലിന്റെ വക്കിലാണ്, പാടത്തിന്റെ വക്കിലാണ്. 6 മാസം മഴ പെയ്യുന്ന കേരളമാണ്. നന്നായി വെള്ളം കിട്ടിയ കൊല്ലമാണ്. പക്ഷേ വെള്ളം തീർന്നുപോയി. അതേ സമയത്ത് റമദാനു ശരീഫിൽ മാത്രം എത്ര കോടി ജനങ്ങളാണ് മക്കയിൽ വന്നു പോകുന്നത്. ഹജ്ജിന്റെ സമയത്ത് എത്ര ലക്ഷങ്ങളാണ് താമസിക്കുന്നത്. ഓരോ മാസത്തിലും എത്ര ലക്ഷങ്ങളാ വരുന്നത്. അങ്ങനെ ഓരോ കൊല്ലത്തിലും എത്രയോ കോടി ജനങ്ങൾ, എത്രയോ കോടിക്കണക്കിന് ജനങ്ങൾ വന്ന് എല്ലാവരും കുടിക്കുന്നു. കുടിക്കല് മാത്രല്ല, എന്റെ വീട്ടിൽ നിന്ന് കല്യാണം കഴിഞ്ഞു പോകുമ്പോ 1 ഔൺസ് വെള്ളം പോലും ആരും കൊണ്ടുപോയിട്ടില്ല. ഇത് അവിടുന്ന് കുടിക്കല് മാത്രല്ല, പോകുമ്പോ കെട്ടി വലിച്ച് കൊണ്ടുപോവാണ് എല്ലാവരും. എല്ലാം കൊണ്ടുപോയിട്ട് ഒരു പാവപ്പെട്ട പെണ്ണ് കൈകൊണ്ട് കെട്ടിയ ഒരു തടാകം, ആ ഒരു തടാകത്തിലുണ്ടായ വെള്ളത്തിൽ ഇന്ന് വരെ ഒരു കുറവും കാണുന്നില്ല. ഫീഹി ആയാതും ബയ്യിനാതുൻ മഖാമു ഇബ്രാഹിം. ഓ അമേരിക്കക്കാരാ, ഓ ഫ്രാൻസുകാരാ, ജർമ്മനിക്കാരാ, റഷ്യക്കാരാ, ചൈനക്കാരാ, ചോദിക്കട്ടെ, ലോകത്തേതെങ്കിലും ഒരു രാഷ്ട്രത്തിൽ ഇതുപോലൊരു അത്ഭുതമുള്ള വെള്ളം ചൂണ്ടിക്കാണിക്കാൻ കഴിയുമോ? മഖാമു ഇബ്രാഹിം, വ്യക്തമായ തെളിവല്ലേ? ആർക്കാ നിഷേധിക്കാൻ കഴിയാ? അപ്പൊ നീ മനസ്സിലാക്കി, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ല, ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതാ മുൻഗാമികളിൽ ഏകദേശം 3000-ഓളം കൊല്ലം മുമ്പ് കഴിഞ്ഞു പോയൊരു ഉപ്പാപ്പ. ആ ഉപ്പാപ്പ ചെറിയ കുട്ടിയായിരുന്ന കാലത്ത് കാല് തൊട്ട സ്ഥലത്ത് നിന്ന് പൊട്ടിയൊലിച്ചൊരു വെള്ളം, ആ
വെള്ളത്തിന്റെ അത്ഭുതം ലോകത്തൊരാൾക്കും അതിന്റെ അത്ഭുതം പറഞ്ഞു തീർക്കാൻ കഴിയുന്നില്ല. കണ്ട് അനുഭവിക്കുക എന്നല്ലാതെ നിഷേധിക്കാൻ ഒരു യുക്തിവാദിക്ക് കഴിയുന്നില്ല, നിരീശ്വരവാദിക്ക് കഴിയുന്നില്ല. അതേ അല്ലാഹുവിന്റെ റസൂലിന്റെ ശറഫാക്കപ്പെട്ട ഷഹർ മുബാറക്കിന്റെ മഹത്വത്തെ ചോദ്യം ചെയ്യുന്ന യുക്തിവാദി, നിരീശ്വരവാദി, പുത്തൻവാദി അവിടെ നിൽക്കട്ടെ. റസൂലുള്ളാഹിന്റെ ശറഫാക്കപ്പെട്ട രോമം, ഈ വെള്ളത്തെ കുറിച്ച് നിനക്ക് എന്ത് പറയാനുണ്ട്? അവിടുത്തെ എത്രയോ മുൻഗാമിയായ ഉപ്പാപ്പയുടെ കാല് തൊട്ട സ്ഥലത്ത് പൊട്ടിയൊലിച്ച ഈ വെള്ളത്തിന്റെ വർധനവിനെ കുറിച്ചും ബറക്കത്തിനെ കുറിച്ചും നിനക്ക് പറയാൻ കഴിയുമോ? നിന്റെ ശാസ്ത്രത്തിന് പറയാൻ കഴിയുമോ? പാറക്കെട്ടുകൾക്കുള്ളിലല്ലേ ഇത് വയലിന്റെ വക്കിനല്ല, പുഴയുടെ വക്കിനല്ല, കടലിന്റെ വക്കിനല്ല. അതേ ഒരു കൊല്ലത്തിൽ ഒരു പ്രാവശ്യം പോലും മക്കയിൽ പലപ്പോഴും മഴ കിട്ടാറില്ല. അവിടെയുള്ളൊരു കിണറ്റിന്റെ സ്ഥിതിയാണ് പറഞ്ഞത്. അനുഭവം നിഷേധിക്കാൻ കഴിയോ? ഈ അനുഭവങ്ങളെ നിഷേധിക്കാൻ കഴിയോ? ഓ മുസ്ലിമീങ്ങളെ, പലരും ഇറങ്ങി പുറപ്പെട്ട് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വങ്ങളെ ചോദ്യം ചെയ്യുമ്പോ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഓർമ്മയിൽ വരണം. അതിനുവേണ്ടിയാണ് ഞാനിത് പറഞ്ഞത്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഅ്ജിസത്ത്, അവിടുത്തെ ഉപ്പാപ്പമാര് മുഖേനയുള്ള മുഅ്ജിസത്ത്, സന്താന പരമ്പരകൾ മുഖേനയുള്ള മുഅ്ജിസത്ത്, അഥവാ അവർക്ക് കറാമത്ത് റസൂലുള്ളാഹിക്ക് മുഅ്ജിസത്ത്, സഹാബത്ത് മുഖേനയുള്ള മുഅ്ജിസത്ത്, അങ്ങനെ ആയിരക്കണക്കിന് മുഅ്ജിസത്തുകൾ, അത്ഭുതങ്ങളുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ആ അത്ഭുതങ്ങളൊന്നും തന്നെ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മുൻഗാമികളായ അമ്പിയാക്കൾ കാണിച്ചു കൊടുത്ത മുഅ്ജിസത്ത് പലതും ഇപ്പോൾ കാണിച്ചു കൊടുക്കാൻ സാധ്യമല്ല. ചുരുക്കം ചിലത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടേത്, അവിടുത്തെ ഉപ്പാപ്പ ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പാദസ്പർശനമേറ്റ സ്ഥലത്ത് നിന്ന് നിർഗളിച്ച ഈ വെള്ളം അതിന്നും കാണിച്ചു കൊടുക്കാൻ കഴിയുന്നു. അങ്ങനെ വളരെ ചുരുക്കമേ കാണിക്കാൻ കഴിയൂ. എന്നാൽ ഇനിയും പറയട്ടെ, ഞാൻ പറഞ്ഞാൽ നീണ്ടുപോകും. കുറെ കാലം ഒരു മുഅ്ജിസത്ത് നിലനിൽക്കുന്നു, പിന്നെ അതില്ലാതെയായി പോകുന്നു. അങ്ങനെയുമുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറഞ്ഞു, ബറക്കത്തിന് വേണ്ടി നബിയേ, എനിക്ക് ബറക്കത്തിന് വേണ്ടി ഒരു ചെറിയ സഞ്ചിയിൽ ഒരൽപ്പം കാരക്ക ബറക്കത്തിന് വേണ്ടി ഒന്ന് വാങ്ങിയിട്ട് ബറക്കത്ത് നേർന്നിട്ടൊന്ന് തരണം. വാങ്ങിയിട്ടങ്ങ് കൊടുത്തു. അതേ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു അത് അരയിൽ കെട്ടി തൂക്കി. മഹാനവറുകൾ പറയുന്നു, എപ്പ കൈയിട്ടാലും കാരക്ക കിട്ടും. ഒറ്റ കാരക്കയും അങ്ങോട്ട് കൊണ്ടുപോയി ഇടേണ്ടതില്ല. എപ്പ കൈയിട്ടാലും കാരക്ക കിട്ടും. അങ്ങനെ കിൻഡൽ കണക്കിന് കാരക്ക ഞാൻ എന്റെ അരയിൽ തൂക്കി വെച്ച സഞ്ചിയിൽ നിന്ന് ഞാൻ എടുത്തു. ആ കാരക്ക അല്ലാഹുവിന്റെ റസൂലിന്റെ കാലത്ത് നിലനിന്നു, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് നിലനിന്നു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും നിലനിന്നു. പക്ഷേ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തും ഈ മുഅ്ജിസത്ത് നിലനിന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ തലവെട്ടി കൊന്നുപോയി. തീവ്രവാദികളാണ് കൊന്നത്. മുസ്ലിം പേരിൽ തന്നെ വന്ന തീവ്രവാദികളാണ് കൊന്നത്. നിയമം കയ്യിലെടുക്കാൻ രംഗത്ത് വന്നവരാണ് കൊന്നത്. ഖുർആൻ ഓതുമ്പോഴാ കൊന്നത്. സുബ്ഹാനല്ലാഹ്. സൽക്കർമ്മം മാത്രം ചെയ്ത് ജീവിച്ച മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ അവർ കുറ്റപ്പെടുത്തിയില്ലേ? ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊല്ലാൻ വേണ്ടി ഒരു വാളൂരിയില്ലേ? സുബ്ഹാനല്ലാഹ്. ആ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നില്ലേ? മുസ്ലിം തീവ്രവാദികളല്ലേ? അങ്ങനെ തീവ്രവാദികൾ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കാത്തത് കൊണ്ട് തീവ്രവാദത്തിന്റെ പിൻബലം കൊണ്ട് കൊന്നപ്പോൾ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അന്ന് എന്റെ കാരക്കയും വേഗം നഷ്ടപ്പെട്ടു പോയി. പിന്നീട് അത് ലോകത്തെവിടെയും കണ്ടിട്ടില്ല. ആ മുഅ്ജിസത്ത് പിന്നെ കാണുന്നില്ല. ലിന്നാസി ഹമ്മും വലി ഫിൽ യൗമി ഹമ്മാനി ഹമ്മുൽ ജീറ ജനങ്ങൾക്കൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട ദുഃഖമാണെങ്കിൽ എനിക്കിന്ന് രണ്ട് ദുഃഖമാണ്. റസൂലുള്ളാഹി ബറക്കത്ത് നേർന്നു തന്ന വലിയ മുഅ്ജിസത്തിന്റെ സഞ്ചി അത് കാണാതെ പോയി. ആർക്കും പിന്നെ അത് കിട്ടിയിട്ടില്ല. ആ മുഅ്ജിസത്ത് അവിടെ അങ്ങ് നിലച്ചുപോയി.
ഇതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ അല്ലാഹുവിന്റെ റസൂല് അതാ ആയിഷ ആട്ടിന്റെ കുറ എടുത്തു കൊണ്ടുപോവാന്ന് പറഞ്ഞു. കുറവ് എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ആട്ടിന്റെ കുറ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും, ആട്ടിന്റെ കൈ എന്ന് പറഞ്ഞാൽ മനസ്സിലാവും. ഏറ്റവും നല്ല രുചിയുള്ള ഭാഗം എടുത്തോണ്ട് കൊണ്ടുവന്നു, ഒരു കൈ കൊണ്ടുവന്നു. അപ്പൊ പിന്നെ എടുത്തോണ്ടാ പിന്നെ കൊണ്ടുവന്നു. പിന്നെ നബിയെ ആട്ടിന് കൂടുതൽ ഉണ്ടാവും, അതിൽ കൂടുതൽ ഉണ്ടാവുമെന്ന് ചോദിച്ചു. അപ്പൊ റസൂൽ എന്താ പറഞ്ഞത്? നീ ഞാൻ പറഞ്ഞപ്പോ അങ്ങനെ തന്നെ പോയിട്ടുണ്ടെങ്കിൽ പോകുമൊക്കെ കിട്ടേ, ഇത് പറഞ്ഞോടുകൂടി പോയി, ഇത് പറഞ്ഞതോടുകൂടി പോയി. അപ്പൊ നിങ്ങൾ കണ്ടോ, ചില മൊയ്ജിയത്ത് വേണ്ടാത്ത പറഞ്ഞാ നിന്നു, ചില ഭർത്താനം കൊണ്ട് മൊയ്ജിയത്തുന്നു, അത് പറഞ്ഞതുകൊണ്ട് ഉണ്ടാവോ ചോദിച്ചുകൊണ്ട് നിന്നു ആ മൊയ്ജിയത്തുന്നു. പിന്നെ കൂടുതൽ കണ്ടില്ല ഉണ്ടാവൂല പറയാ. അപ്പൊ മൊയ്ജിയത്ത് എന്ന് പറഞ്ഞ വലിയൊരു വിഷയ, അതിനെപ്പറ്റി അറിയാത്തവൻ എന്താ മൊയ്ജിയത്ത് കാണിച്ചാൽ ചോദിച്ചാൽ പറ്റൂല, അങ്ങനെ കാണിക്കാൻ പറ്റുന്ന സംഗതിയല്ല മൊയ്ജിയത്ത്. മൊയ്ജിയത്തിന് വലിയ വിഷയമുണ്ട്, അതിരിക്കട്ടെ, ഞാനതിലേക്ക് കടക്കുന്നില്ല. എന്നാൽ ഖിയാമത്ത് നാൾ വരെ സർവ്വജനങ്ങളെയും വെല്ലുവിളിക്കാൻ ഒരു മൊയ്ജിയത്തുണ്ട്, അതാണ് ഖുർആൻ. അതേ ردت باراتها دوام عريضها رد الغير يد الجانيان الحرم. ഈ ഖുർആനിലുള്ള ഏറ്റവും ചെറിയൊരു സൂറത്ത് പോലെ ഒരു സൂറത്തെങ്കിലും കൊണ്ടുവരാൻ ആർക്കെങ്കിലും കഴിയുമോ? ഇത് മൊയ്ജിയത്തോടുള്ള വെല്ലുവിളിയാണ്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ വെല്ലുവിളിയാണ്. ആ വെല്ലുവിളി ഇന്നും മുസ്ലിം പണ്ഡിതന്മാർ അവിടുത്തെ അനന്തരക്കാരായി വെല്ലുവിളിക്കുന്നു. ലോകത്താർക്കെങ്കിലും ഖുർആനിൽ ഒരു സൂറത്ത് കൊണ്ടുവരാൻ കഴിയുമോ? ഇന്ന് വരെ കൊണ്ടുവരാൻ കഴിയില്ല. ഖുർആൻ അതാ അല്ലാഹു പറഞ്ഞു അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അടയാളമാക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾക്കൊക്കെ വെല്ലുവിളിക്കാനുള്ള മൊയ്ജിയത്ത് ഖുർആനാ. ഖുർആൻ വെച്ച് വെല്ലുവിളിച്ചോ, അത് അടയാളം. അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അടയാളപ്പെടുത്തിയിരിക്കുന്നു. അല്ലമൽ ഖുർആൻ. ഇനിയോ ആ ഖുർആനുള്ള ആശയങ്ങൾ പറഞ്ഞാലുണ്ടോ തീരുന്നു, അവിടെ പറഞ്ഞാൽ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയുന്നു. സറൈത മിൻ ഹറമിൻ ലൈലൻ ഇലാ ഹറമി കമാ സറൽ ബദ്റു ഫീ ദജിം മിനൽ ളുലമി വബിത തർഖൈല അനിൽ തമൻസിലതൽ മിൻ ഖബി ഖൗസൈനി ലം വലം തുറമീ. ചൊല്ലിക്ക മദീനയിലേക്ക് ഒരു സ്വലാത്ത്. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. മക്കയിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് ഒരു യാത്ര. എങ്ങനെ യാത്ര ചെയ്തത്? കോടികൾ കൊടുത്താൽ കിട്ടാത്ത ഒരു വാഹനത്തിൽ. ചിലർക്ക് ഏതൊക്കെ മൊയ്ലിയാരോ നല്ല വണ്ടി പോകുമ്പോൾ വല്ലാത്ത വിഷമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കോടികൾ കൊടുത്താൽ കിട്ടാത്ത ഒരു വാഹനത്തിൽ, ആർക്കും കിട്ടാത്ത ഒരു വാഹനത്തിൽ. കാരണം അത്രയും സ്പീഡ് പോകേണ്ട സമയമാണ്. അപ്പൊ അതിനനുസരിച്ചുള്ള വണ്ടി വേണം. വളരെ സ്പീഡിലുള്ള യാത്രയാണ് മസ്ജിദുൽ അഖ്സയിൽ. അവിടെ പോകുമ്പോൾ മൂസാ നബിന്റെ ഖബറൊന്ന് സിയാറത്ത് ചെയ്യാറ്. പള്ളി ചെന്ന് അവിടുന്ന് ഇമാമായി നിസ്കരിച്ചു നോക്കുമ്പോ ഖബറിലുള്ള അമ്പിയാക്കളൊക്കെ വന്നിട്ട് ബാക്കിൽ നിന്ന് തുറന്ന് നിസ്കരിക്കും. ഇതൊന്നും ഇപ്പൊ പുത്തൻബാജിയൊക്കെ ശരിയാവില്ലട്ടോ, മരിച്ചോലും എണീറ്റ് വരികയെ. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതാണ്. ഞങ്ങൾ മുസ്ലിമുകൾ വിശ്വസിക്കും, പുത്തൻബാജികൾ എന്താക്കുന്നത് നമുക്കറിയില്ല. അപ്പോ എന്ത് അമ്പിയാക്കൾ വന്ന് തുറന്ന് നിസ്കരിക്കും. നിസ്കാരമൊക്കെ കഴിഞ്ഞപ്പോ അമ്പിയാക്കളോട് ചോദിക്കാൻ വേണ്ടി പറഞ്ഞു, മുർസലീങ്ങളോട് ചോദിക്കൊക്കെ കഴിഞ്ഞു. അതൊക്കെ കഴിഞ്ഞ് മേൽപോട്ടി പുത്തൻബാജികൾ മെച്ചോരോട് ചോദിച്ചുകൂടാൻ തുടങ്ങി. അള്ളാഹ് പറ്റിപ്പോയി, അബദ്ധം പറ്റിപ്പോയി ചിലപ്പോൾ അവർ പറഞ്ഞു തരും. ഇരിക്കട്ടെ, അങ്ങനെ ചെയ്തു മേൽപോട്ടെ. ആ പോക്ക് പോയിട്ട് എവിടെയൊക്കെ പോയി? ഖുർആൻ തന്നെ സാക്ഷീകരിക്കുന്നു. വലഖദ് റആഹു നസ്ലതൻ ഉഖറ ഇൻദ സിദ്റത്തിൽ മുൻതഹാ ഇൻദഹാ ജന്നത്തുൽ മഅവാ ഇദ് യഗ്ശ സിദ്റത മാ യഗ്ശാ മാ സഅൽ ബസർ വമാ തഗാ. ഉപരിമണ്ഡലങ്ങളൊക്കെയും യാത്ര ചെയ്തു. ഓ സുഹൃത്തുക്കളെ, അവിടുന്ന് അതാ തിരിച്ചു
വന്നു. ആറാമത്തെ ആകാശത്തിൽ മൂസാ അലൈഹിസ്സലാം. മൂസാ നബിക്ക് വലിയ നിർബന്ധമുണ്ട്, ഈ യാത്ര വളരെ വിജയകരമാകണം, യാത്ര വിജയകരമാകണം. മഹാനായ ശൈഖുനാ കാന്തപുരം ഉസ്താദ് ഒരു യാത്ര നടത്താൻ പോകുന്നുണ്ട്, അത് വലിയ വിജയകരമാകണം. അതേ ഉസ്താദിന്റെ അനുയായികൾക്കൊക്കെ വല്ലാത്ത നിർബന്ധമാണ്. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അനുയായിയാണ്, അതുകൊണ്ട് വല്ലാത്ത നിർബന്ധമാണ് റസൂലുള്ളാഹിന്റെ ഈ അത്ഭുതകരമായ യാത്ര വിജയകരമാകണം. മാത്രവുമല്ല മൂസാ നബിന്റെ ഖബർ സിയാറത്ത് ചെയ്തിട്ടുള്ള യാത്രയാണ്, അതുകൊണ്ട് എന്തായാലും വിജയിപ്പിക്കണം. മൂസാ നബി അലൈഹിസ്സലാം വിഷയത്തിൽ ഇടപെടുന്നു. ഓ അല്ലാഹുവിന്റെ റസൂലേ, വല്ലതും അല്ലാഹ് തന്നിട്ടുണ്ടോ? 50 നേരത്തെ നിസ്കാരം എന്റെ സമുദായത്തിന് തന്നിട്ടുണ്ട്. 50 നേരത്തെ നിസ്കാരം തങ്ങളുടെ സമുദായത്തിന് ബുദ്ധിമുട്ടാണ്, കുറച്ച് ചുരുക്കി തരാൻ പറഞ്ഞു. അങ്ങനെ 9 പ്രാവശ്യം തിരിച്ചയച്ചു. 5 നേരത്തെ നിസ്കാരം ചുരുക്കി. 5 നേരത്തെ നിസ്കാരവുമായി നബിയുല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ നബിയായ റസൂലായ മുഹമ്മദുർ റസൂലുള്ളാഹി കരീമുല്ലാഹി മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ സമീപത്തെത്തി. 5 നേരത്തെ നിസ്കാരം. ചില ആൾക്കാർ പറയുന്നത് മരിച്ചവർ ഒരു സഹായവും ചെയ്യൂല, 50 നേരം നിസ്കരിക്കട്ടവര് ചെയ്തതിന് നന്ദിയില്ലല്ലോ. മൂസാ നബി ഇസ്ലാം ചെയ്ത ആ നന്ദി, ആ ഉപകാരത്തിന് നന്ദിയില്ലല്ലോ. ഇരിക്കട്ടെ, ആ യാത്ര കഴിഞ്ഞ് വന്ന് ഈ സംഭവം പറഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചായിരുന്നു അബൂജഹൽ. അബൂജഹലിന്റെ സന്തോഷം. കുറെ കാലായി മുഹമ്മദിനെ തകർക്കാൻ ശ്രമിക്കാം, ഒരു നിലക്ക് തകർക്കാൻ. ഇനി നമുക്ക് വളരെ പെട്ടെന്ന് തകർക്കാൻ കഴിയും. അതായത് ഇപ്പൊ മുഹമ്മദ് പറഞ്ഞത് മാലോകർ അംഗീകരിക്കൂല, മാലോകർ അംഗീകരിക്കില്ല. ഇത്ര ചെറിയ സമയത്തുള്ള ഇവിടെ ഒക്കെ പോയി അവിടെ ഒക്കെ പോയിട്ട് വന്നു, അതാരും അംഗീകരിക്കില്ല. അതുകൊണ്ട് നമുക്ക് അബൂബക്കറിനെ ആദ്യം ശരിയാക്കണം, അബൂബക്കറിനെ ശരിയാക്കണം. ആ നിലക്ക് എന്ത് ചെയ്തു? അബൂജഹൽ വലിയ സന്തോഷത്തോടുകൂടി അബൂബക്കർ റളിയല്ലാഹു അൻഹു കാണാൻ. അബൂബക്കർ ഇതും നേരാക്കോ, നീ ഇതും സത്യാന്ന് പറയോ? എന്ത് മുഹമ്മദ് ഇപ്പൊ പറഞ്ഞ ചുരുങ്ങിയ സമയം കൊണ്ട് ഇവിടുന്ന് മസ്ജിദുൽ അഖ്സയിൽ അവിടെ ആകാശത്ത് പോയി അവിടെ ഒക്കെ പോയി വന്നവൻ നേരാക്കോ? സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും, പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സത്യമായിരിക്കും. അതാ ഈമാൻ എന്ന് പറഞ്ഞാൽ, അതാ സിദ്ദീഖ്. വന്നു ചോദിച്ചു, പറഞ്ഞു ഉള്ളതന്നെ പറഞ്ഞു. പറഞ്ഞപ്പോ ഓ അശ്ഹദു അന്നക റസൂലുള്ളാഹ്, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാന്ന് ഉറപ്പിച്ച ആളല്ലേ ഞാന്. പിന്നെ ഇതൊരു വിഷയം, അല്ലാഹ് ആകാശമൊക്കെ പഠിച്ച അല്ലാഹ് അല്ലാഹുവിന്റെ അടിമനെ കൊണ്ടൊക്കെ ഒരു വിഷയ, അത് പണ്ടങ്ങാൻ വിശ്വസിച്ച് കഴിഞ്ഞല്ലേ. ഓ സഹോദരന്മാരെ, പക്ഷേ നിങ്ങളറിയോ, പരിശുദ്ധ ഖുർആൻ ഈ സംഭവങ്ങൾ പറഞ്ഞപ്പോ പഴയ കാലത്തിലെ യുക്തിവാദികൾ, മതവിരോധികൾ, ഖുർആൻ വിരോധികൾ, അങ്ങനത്തെ പുത്തൻവാദികൾ, അങ്ങനത്തെ കക്ഷികൾ എന്ത് ചെയ്തു? അവരിത് ചോദ്യം ചെയ്തു. അവർ പറഞ്ഞു ഖുർആൻ അങ്ങനെയൊക്കെ പറഞ്ഞു, അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. ബുഖാരിയിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല, അതൊന്നും ബുദ്ധിയോട് യോജിക്കില്ല, അതൊന്നും വിശ്വസിക്കാൻ പറ്റില്ല. എങ്ങനെ ഒരു വെയിറ്റുള്ള മനുഷ്യൻ മേൽപോട്ട് പോയി എന്റെ പടിഞ്ഞേരി നടക്കുന്ന കാര്യമല്ല. ഇവിടെ ഭൂമിക്ക് ആകർഷണ ശക്തിയുണ്ട്, അതുകൊണ്ട് ഭൂമിക്ക് ആകർഷണ ശക്തിയുള്ള നിങ്ങളുടെ സാധനം എന്നാ പിന്നെ തേങ്ങ എന്താ മേൽപോട്ട് പോകാത്തുമെന്ന് താഴെയല്ലേ മാങ്ങ എന്താ മുകളിലോട്ട്. ഭൂമിക്ക് ആകർഷണ ശക്തിയുണ്ട്, താഴോട്ടേ വരുള്ളൂ. വിവരം കെട്ട ശാസ്ത്രജ്ഞന്മാര്, എല്ലാ ശാസ്ത്രജ്ഞന്മാരും വിവരം കെട്ടവരല്ല, എല്ലാ കൂട്ടത്തിലും ഉണ്ടാവും വിവരം കെട്ടവര്. ഡോക്ടർമാരുടെ കൂട്ടത്തിൽ എത്ര വിവരം കെട്ടവരുണ്ട്, മൂല്യന്മാരുടെ കൂട്ടത്തിൽ എത്ര ഉണ്ട്, പിന്നെ ബാക്കി എന്ത് പറയാനാ? അപ്പോ വിവരം കെട്ട ശാസ്ത്രജ്ഞന്മാര് ചിലരെന്ത് ചെയ്തു? ചോദ്യം ചെയ്യും. എന്താ ചോദ്യം ചെയ്തത്? ഇതെങ്ങനെ മേൽപോട്ട് പോകാൻ ചോദിച്ചു. ഞാൻ വിവരക്കെട്ട ഡോക്ടർമാർക്കും ദേഷ്യം പിടിക്കണ്ട, നിങ്ങളൊന്നും അതിൽപ്പെട്ടല്ല. മൂല്യന്മാർക്കും ദേഷ്യം പിടിക്കണ്ട, നിങ്ങളൊന്നും അതിൽപ്പെട്ടല്ല. അതിന് വേറെ തന്നെ ഒരു കമ്പനി ചീത്ത പറഞ്ഞു, ഗീബത്ത് പറഞ്ഞു, നബീബത്തിന്റെ വിത്തന പറഞ്ഞു നടക്കുന്ന മൂല്യന്മാർ. അതാണ് വിവരക്കെട്ട മൂല്യന്മാർ. അപ്പൊ ഞാൻ പറഞ്ഞത്, ഈ വിവരം കെട്ട ഡോക്ടർമാർ ഇന്നാളെ ഒരു ദിവസം എന്നെ ഒരാൾ വിളിച്ചിട്ട്, അതെ ഡോക്ടർ പറയുന്നത് കുട്ടിക്ക് കൈക്കും കാലിനും രണ്ടിനും ശക്തി ഉണ്ടാവില്ല, അതുകൊണ്ട് കൊന്നുകളയിലാന്നല്ലേ, ബാറ്റിൽ തന്നെ കൊന്നുകളയിലാന്നല്ലേ. ഞാൻ ചോദിച്ചു, ആ ഡോക്ടറോട് ചോദിക്കും, ഇപ്പൊ അയാൾ കാർ ഓടിച്ചു പോകുമ്പോ ഈ ആക്സിഡന്റ് ആയിട്ട് 2 കാലും 2 കൈയും മുറിഞ്ഞു പോയാൽ ഉടനെ തന്നെ വെടിവെക്കുകയല്ല ചെയ്യേണ്ടതെന്ന് ചോദിച്ചു നോക്കുന്നു. കയ്യും കാലും കൊഴിഞ്ഞു പോയാൽ കൊല്ലണമെന്നല്ലേ ഇയാളെ തത്വം. സുബ്ഹാനല്ലാഹ്, എത്ര കുട്ടികളെ ബാറ്റിൽ കൊന്നു കളഞ്ഞ ചില ഡോക്ടർമാരും എന്റെ അടുത്ത് പലരും വന്ന് പലപ്പോഴും പറയാറുണ്ട്, ബാറ്റിൽ കുട്ടിക്ക് ശരിയില്ല, സ്കാൻ ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞു. അള്ളാന്റെ മേലെ തവക്കുലുണ്ടോ? ദുആഉൽ കർബ് ചെല്ലാനുണ്ടോ? യാ മുസവ്വിർ അള്ളാന്റെ പേര് ചെല്ലാനുണ്ടോ? ചൊല്ലാനുണ്ടോ? ഉറപ്പിച്ചിരിക്കാൻ തയ്യാറുണ്ടോ? ചിലർ അതേന്ന് പറഞ്ഞു. 4A ക്ലാസ് ആരോഗ്യമുള്ള കുട്ടികളെ കൂട്ടിയിട്ട് അത് പേരുന്ന കുറ്റിയാടി സിറാജുൽ ഹുസൈൻ. ഞാൻ അഡ്രസ്സും ടെലിഫോൺ നമ്പറും എഴുതിച്ചു ഡോക്ടർമാരെ വെല്ലുവിളിക്കാൻ വേണ്ടി. ഞാൻ പറഞ്ഞു വന്നത് അത്തരം ഡോക്ടർമാരാണ്, എല്ലാ ഡോക്ടർമാരും. സഹോദരന്മാരെ, അതുപോലെ വിവരം കെട്ട കക്ഷികള് ചോദ്യം ചെയ്തു. അല്ലാഹു റസൂൽ മേൽപോട്ട് പോയി.
പക്ഷേ ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ കുറെ വരികൾ എഴുതി. എന്തിന്? സാദാ വെയിറ്റുള്ള മനുഷ്യന് മേൽപോട്ട് പൊങ്ങിപ്പോകുന്നതിന് കുഴപ്പമില്ല, പോകാൻ പറ്റും, അത് ബുദ്ധിക്കെതിരല്ല, അത് ബുദ്ധിക്കെതിരല്ല എന്ന് സമർത്ഥിക്കാൻ ഒരുപാട് പേജ് എഴുതേണ്ടി വന്നു ഇമാം റാസി. പക്ഷേ ഇന്നൊരു പണ്ഡിതൻ ഇസ്രാ മിഅ്റാജ് വിവരിക്കുമ്പോ വെയിറ്റുള്ള സാധനത്തിന് മേലോട്ട് പൊങ്ങിപ്പോകാൻ കഴിയുമെന്നതിന് ഒരൊറ്റ വരിയും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാർ എഴുതേണ്ടതില്ല. കാരണം ദിനേന പൊങ്ങിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് കൊച്ചിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും. അല്ലേ, നമ്മുടെ മസ്കത്തിലുള്ള നമ്മുടെ ഒരു പ്രവർത്തകൻ അബ്ദുൽ നാസറിന്റെ വീടിന്റെ തൊട്ടടുത്താണ്. അദ്ദേഹത്തിന്റെ വീട്ടിലൊന്ന് കയറണം എന്ന് പറഞ്ഞു. അതുപോലത്തെ ഒരുപാട് വിദേശത്ത് പോകുന്ന ആളുകളുണ്ട്. അല്ലാഹു എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ. അദ്ദേഹം നാളെയോ ഇന്നോ അതേ പ്ലെയിനിൽ പറക്കാൻ പോവാണ്. എല്ലാവരും ഇങ്ങനെ അനുഭവിച്ച് പറയുകയാണ്. അപ്പൊ പറയട്ടെ, ഇല്ല ഇല്ല, മുമ്പ് ശാസ്ത്രത്തിന്റെ പിന്തുണ വെച്ച് ചോദ്യം ചെയ്തവർ ഇന്ന് കൈകടിച്ചില്ലേ? ഖുർആൻ അംഗീകരിക്കേണ്ടി വന്നില്ലേ? ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ശരീരത്തിൽ ഒരു ഭാഗം എടുത്തിട്ട് പഠിച്ചു ഖുർആൻ, ഹദീസും പഠിപ്പിച്ചു. അത് തന്നെ അതേ ഖലഖക്കും മിൻ നഫ്സിൻ വാഹിദത്തിൻ വഖലഖ മിൻഹാ സൗജഹാ. ചോദ്യം ചെയ്തൊരു കൂട്ടര് കൊള്ളിക്കേക്ക് കൃഷിയാ മുരിങ്ങാത്തണ്ട് വെച്ചിട്ടുണ്ടാ ഒരു പുരുഷന്റെ ശരീരത്തിന്റെ കഷ്ണം എടുത്തിട്ട് പെണ്ണിനുണ്ടാക്കിയോ? ഖുർആൻ പറഞ്ഞാ വിശ്വസിക്കല എന്ന് ചോദിച്ച് പരിഹസിച്ചില്ലേ ഒരു കൂട്ടര്? ഇപ്പൊ ക്ലോണിംഗ് യുഗമാ. ജീവനുള്ള ശരീരത്തിന്റെ അംശമെടുത്ത് വേറൊരു ജീവിയെ ഉണ്ടാക്കുന്നത് ശാസ്ത്രം തെളിയിച്ചപ്പോൾ നമ്മളെ ഖുർആൻ മുമ്പ് പറഞ്ഞത് അംഗീകരിക്കേണ്ടി വന്നില്ലേ? അങ്ങനെ 1000 ഉദാഹരണം പറയാനുണ്ട്. ഖുർആൻ അത് കൊണ്ടുവന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിഷേധിച്ചവരൊക്കെയും അംഗീകരിക്കേണ്ടി വന്നു. ഖുർആൻ അംഗീകരിക്കേണ്ടി വന്നു. അതുകൊണ്ടാണ് അല്ലാഹു തആല വേറെ മുഅ്ജിസത്തുകളെ പറ്റി അങ്ങനെ പറയാതെ അല്ലമൽ ഖുർആൻ, ഖുർആനിനെ അല്ലാഹു അടയാളപ്പെടുത്തിയിരിക്കുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ ഖുർആൻ. അവിടുന്ന് ഒരു സാധാരണ മനുഷ്യനല്ല. സുഹൃത്തുക്കളെ, ഞാൻ പറഞ്ഞ ചരിത്രം നിങ്ങൾ മറന്നുപോയോന്നറിയോ? സഫ്വാനും ഉമൈർ ഇബ്നു വഹബും കഅബത്തിന്റെ അടുത്ത് ചർച്ച. മുഹമ്മദിനെ എങ്ങനെയാ തട്ടിക്കളിയാ? അപ്പോ മദീനത്ത് പോയിട്ട് ആ തട്ടുണ്ട്. നബിതങ്ങൾ തുപ്പുന്ന സമയത്ത് കൈ കാണിച്ചു കൊടുത്തിട്ട് അത് മുഖത്ത് പരട്ടുകയാണ്, ശരീരത്തിൽ പരട്ടുകയാണ്. കാരണം ഞാൻ പറഞ്ഞില്ല, അത്രനേക്കാൾ നല്ല സുഗന്ധമാണ്, ഔഷധമാണ്. അരിയുള്ളതിന്റെ ചെങ്കണ്ട് രോഗം പുരട്ടുമ്പോ തന്നെ മാറിപ്പോയതാ. അപ്പൊ അങ്ങനത്തെ സഹാബത്തിന്റെ അടുത്ത് പോയി റസൂലുള്ളാഹിനെ തട്ടാൻ കഴിയോ? ഉമൈർ ഇബ്നു വഹബ് പറഞ്ഞു, ഞാൻ പോകാം, ഒരു കൈ നോക്കാം, തട്ടുകയും ചെയ്യാം. പക്ഷെ എനിക്കൊരു പ്രശ്നം ഉണ്ടാ, എന്റെ മക്കളെ കാര്യം ആരാ നോക്കുക? എന്റെ കടമാരാ വീട്ടുക? സഫ, അതൊക്കെ ഞാൻ റെഡി. നിന്റെ കട ഞാൻ വീട്ടിക്കോളാം, നിന്റെ മക്കളെ കാര്യം ഞാൻ ഏറ്റെടുത്തോളാം. നീ പോവാ മദീനത്ത് ഓൾറെഡി 4 വാള് നന്നായി മൂർച്ചം കൂട്ടി വിഷം കൂട്ടിയിട്ട് വാളും എടുത്ത് സഫ്വാൻ പെട്ട് മദീനയിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്ന സ്ഥലത്തേക്ക് കയറി ചെല്ലാൻ ചെല്ലുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആണ് പുറത്തുള്ളത്. ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയേ, ശൈത്താൻ മിൻ ശയാതീൻ ഖുറൈശികളെ ശൈത്താൻ കൊടുത്തിട്ടോ? ശൈത്താൻ ഒരു ശൈത്താൻ നമ്മളെ മക്കത്തുനിന്ന് എല്ലാ ശല്യവും ചെയ്ത ശൈത്താൻ വരുന്നുണ്ട്, തങ്ങളെ തട്ടാൻ തന്നെ വരിക. ഞാൻ വിടൂല നബിയെ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഞാൻ വിടൂല നബിയെ. അല്ലാഹു റസൂൽ അർസിലുഹു യാ ഉമർ, വിട്ടോ മറേ, ഇങ്ങ് വിട്ടേ, വരട്ടെ. അടുത്തേക്ക് വന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സമീപത്ത് ആര് വന്നു? ഉമൈർ ഇബ്നു വഹബ് വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? പോയിട്ട് മെല്ലെ ഉമൈർ ഇബ്നു വഹബ് കേറിക്ക് വരുമ്പോ കൈ പിടിച്ച് അങ്ങനെ തന്നെ കൂട്ടിക്കൊണ്ടുപോയി. എങ്ങോട്ടാ കൂട്ടിക്കൊണ്ടുപോകുന്നത്? ഒരൽപ്പം ഉള്ളിലോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ബഹുമാനപ്പെട്ട ഇബ്രാഹിമുൽ ഖലീൽ തങ്ങൾ നമ്മുടെ സദസ്സിലേക്ക് വരുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ഓ സുഹൃത്തുക്കളെ, എല്ലാവരും തങ്ങൾ ഞാനും തിരുവനന്തപുരത്തുണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ദാരിമുസ്താദിന്റെ വീട്ടിലുണ്ടായിരുന്നു. ഇന്നലെ ഞങ്ങൾ രാത്രി വേറൊരു സ്ഥലത്തുണ്ടായിരുന്നു. അപ്പോ എനിക്ക് തൊട്ട് ഈ സമയം വണ്ടിക്ക് പോകണം. അതുകൊണ്ട് ഞാൻ വളരെ പെട്ടെന്ന് നിർത്താൻ തങ്ങളുടെ ദുആയും പ്രസംഗമൊക്കെ നടക്കും. സഹോദരന്മാരെ, ഉമൈർ ഇബ്നു വഹബ്
കേറിക്ക് വരുമ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകൊട്ടു. ഉമറിനെ ബഹറിനെ കൂട്ടിയിട്ട് അപ്പുറത്തേക്ക് സ്വകാര്യത്തിൽ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടിട്ട് നല്ല ധൈര്യത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഉമൈറേ മക്കയിൽ വരികയല്ലേ? അതെ. കഅബത്തിന്റെ അടുക്കല് ഹിജ്ർ ഇസ്മായിലിന്റെ അടുത്ത് നീയും സഫ്വാനും കൂടി ഒരു യോഗം ചേർന്നില്ലേ? തീരുമാനിച്ചില്ലേ? എന്നെ തട്ടാൻ തീരുമാനിച്ചപ്പോ നിന്റെ കടം വീട്ടാണ് നിന്റെ മക്കളെ കാര്യം നോക്കാൻ സഫ്വാൻ ഏറ്റെടുത്തില്ലേ? അങ്ങനെ സഫ്വാൻ ഏറ്റെടുത്ത ധൈര്യത്തിൽ വന്നല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഉമർ ഇങ്ങനെ ആലോചിക്കും, ഇതേതാ മനുഷ്യൻ? ഇതൊരു സാധാരണ മനുഷ്യനാണോ? ഇതൊരു സാധാരണ അറിവാണ്. 500ഓളം കിലോമീറ്റർ അകലെന്ന് ഞങ്ങൾ രണ്ടാളും മാത്രം അറിയുന്ന ആൾക്കാരുടെ തീരുമാനം. മദീനയിൽ ഇരുന്നിട്ട് എന്നോട് പച്ചയെ ചോദിക്കല്ലേ? ഇനി എന്ത് സംശയിക്കാനാ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് അശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഉമൈർ ഇബ്നു വഹബ് മക്കത്തേക്ക് മടങ്ങിപ്പോ ആരെ കാണാന്? ഇവിടെ കടങ്ങളൊക്കെ ഏറ്റെടുത്തൊരു സഫ്വാൻ ഉണ്ടല്ലോ. സഫ്വാന്റെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. സഫ്വാൻ ഇങ്ങനെ നോക്കിക്കുക. എന്തേ? ഹിദായത്തിന്റെ വെളിച്ചം വന്നു കൊടുത്താൽ അങ്ങനെ. അതേ സമയത്ത് അബൂജഹലോ, അബൂജഹലിനെ ഞാൻ രണ്ടു നേരത്തെ പറഞ്ഞു, വേറെ എത്രയുണ്ട് പറയാന്? കുട്ടിക്കാലത്ത് ഒരു ദിവസം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുന്നില്ല. ഒട്ടാകെ നോക്കിയെടുക്കാണ് അബ്ദുൽ മുത്തലിബ്. അപ്പോഴുണ്ട് അബൂജഹൽ ഒട്ടകം പുറത്ത് വെച്ചിട്ട് കൊണ്ടിരുന്നു. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി ചെറിയ കുട്ടിയെ അബൂജഹൽ അബ്ദുൽ മുത്തലിബ് നിങ്ങളെ മകനെ വല്ലാത്ത അത്ഭുതമുള്ള ഒരു മകനാണ്, കുട്ടിക്കാലാണ്. ഭാര്യ അത്ഭുതം. എന്തേ? ഞാൻ ഈ കുട്ടി ആരും ഇല്ലാതെ ഒരു സ്ഥലത്ത് കണ്ടപ്പോൾ എടുത്തിട്ട് എന്റെ ഒട്ടകത്തിൽ എന്റെ ബേക്കിൽ വെച്ചു. സാധാരണ അങ്ങനല്ലേ, ഒരാളെ സൈക്കിൾ വെക്കാൻ ബേക്കിലല്ലേ കയറ്റുക. ഞാൻ എന്റെ ബേക്കിൽ വെച്ചു. ഒട്ടകം നടക്കുന്നില്ല, എത്ര തെളിച്ചിട്ടും നടക്കുന്നില്ല. ഞാൻ മെല്ലെ കുട്ടീനെ എടുത്ത് മുന്നിൽ വെച്ചപ്പോ ഒട്ടകം അതാ സുഖസുന്ദരമായി നടക്കും. ഈ ഒട്ടകത്തിന്റെ ഈ ഹമുക്കിന്റെ മുമ്പിൽ ഇരിക്കേണ്ട ആളാണിത്. ഒട്ടകം സുഖസുന്ദരമായിട്ട് നടക്കുന്നു. സുബ്ഹാനല്ലാഹ്. ഇതൊക്കെ കണ്ടിട്ട് അബൂജഹൽ നന്നായി. അപ്പൊ തെളിവ് കിട്ടിയാൽ നന്നാവും എന്ന് പറയുന്നവരൊക്കെ തെളിവ് കിട്ടിയാൽ നന്നാവുന്നില്ല. തെളിവില്ലാഞ്ഞിട്ടല്ല, തെളിവ് പരന്നു കിടക്കുകയാണ്. പറഞ്ഞാൽ തീരൂല. ഒരു ചെറിയ ചരിത്രം പറഞ്ഞ പ്രസംഗം നിർത്തട്ടെ. ഒരു യഹൂദി, അല്ലാഹ് ഹിദായത്ത് കൊടുത്താൽ കിട്ടും. ഒരു യഹൂദി ഒരു ദിവസം തൗറാത്ത് പഠിച്ചു. എപ്പോ? ശനിയാഴ്ച. അവരെ ജുമാ ദിവസമാണ്, വലിയ ബഹുമാനമുള്ള സമയം. ശനിയാഴ്ച തുറന്നു നോക്കി തൗറാത്ത്. ചിലർ വെള്ളിയാഴ്ച മാത്രം ഖുർആൻ തുറന്നു നോക്കുന്നവരില്ല. നമ്മളെ തൗറാത്ത് തുറന്നു 4 സ്ഥലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബഹുമാനം. ഇയാൾക്ക് ദേഷ്യം പിടിച്ചു. അങ്ങനെ എന്നാ പറിച്ചാൽ അങ്ങനെ ഇഷ്ടപ്പെടാത്ത കാണുമ്പോൾ പറിച്ചാൽ അങ്ങനെ എന്നാ പറിച്ചു. അപ്പൊ എന്തായി? പിറ്റേത്തെ ശനിയാഴ്ച പിന്നെ തൗറാത്ത് 8 സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ ബഹുമാനം, അതും പറിച്ചു. പിന്നെ പിറ്റത്തെ ശനിയാഴ്ച എടുത്തു 12 സ്ഥലത്ത് റസൂലുള്ളാഹിന്റെ ബഹുമാനം. ഇയാൾ ആലോചിച്ച്, പഠിച്ചോനെ ഞാൻ ഇത് പറിക്കുന്നതിനനുസരിച്ച് കൂടുന്നല്ലേ? അതുകൊണ്ട് ഇനി ഞാനിത് പറിച്ചാൽ ഇനി തൗറാത്ത് എടുത്തു തീർത്തും മുഹമ്മദിന്റെ ബഹുമാനം. അതുകൊണ്ട് ഇനി പറിക്കൽ വേണ്ട, തൗറാത്താണ് മടക്കി ഇറങ്ങിയിട്ട് തൗറാത്തിൽ വിവരമുള്ള പണ്ഡിതന്മാരുണ്ട്, യഹൂദി പണ്ഡിതന്മാർ. അവരോട് ചോദിച്ചു, അല്ല മാൻ മുഹമ്മദ്, ആരേ മുഹമ്മദ്? ഈ യഹൂദി പണ്ഡിതന്മാർക്ക് നന്നായിട്ട് അറിയാം ഈ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ പറ്റി. മക്കൾ അറിയുമ്പോൾ അറിയാം നബി തങ്ങളെ ബഹുമാനം. പക്ഷേ അസൂയ സമ്മതിക്കുന്നില്ല. അസൂയ കൊണ്ട് ഒരു നിലക്കും സമ്മതിക്കാൻ കഴിയുന്നില്ല. ഈ യഹൂദി പണ്ഡിതന്മാരെന്താ പറഞ്ഞറിയോ? പച്ച കള്ളം പറയുന്ന ഒരു മനുഷ്യനാ. നീ അയാളെ കാണുകയും വേണ്ട, അയാളെ ഇനിയും കാണാം, അതാ ഖൈർ. റസൂലുള്ളാഹിനെ പറ്റി പച്ച കള്ളം ഈ അസൂയാലുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞപ്പോൾ ഇയാൾ ബിഹഖി തൗറാത്തി മൂസ അല്ലാ തുംനഉനി മിൻ സിയാറതിഹി. മൂസാ നബിക്ക് ഇറങ്ങിയ തൗറാത്ത് മുന്നിട്ട് ഞാൻ പറയാം, നിങ്ങൾ എന്നെ തടഞ്ഞു വെക്കല്ലേ, ഞാൻ പോയി കണ്ടോട്ടെ. ഓ കണ്ടോ, നീ പോന്നെ പോയിക്ക, ഞങ്ങൾക്ക് എന്താ? അദ്ദേഹം യാത്ര പുറപ്പെട്ടു. ഷാമിൽ നിന്നാണ്, സിറിയയിൽ നിന്നാണ്. രാത്രിയും പകലും വാഹനപ്പുറത്ത് യാത്ര ചെയ്തു. മദീനയിലേക്ക് വന്നപ്പോ ആദ്യം തന്നെ കാണുന്നത് സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. വല്ലാത്ത ഭംഗിയും ബുദ്ധിയുമുള്ള ആളാണ്. സൽമാനുൽ ഫാരിസിനെ കണ്ടപ്പോ ഇയാൾക്ക് തോന്നി ഇതായിരിക്കും മുഹമ്മദ് നബി, കാരണം വലിയ ഭംഗിയുള്ള ആളാണ്, തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്. നിങ്ങളാ മുഹമ്മദ് എന്ന് ചോദിച്ചു. സൽമാനുൽ ഫാരിസിനെ പൊട്ടി കൊണ്ട് കരഞ്ഞു. എന്താ കരയാൻ കാരണം? 3 ദിവസം മുമ്പ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി പോയിട്ടുണ്ട്. റസൂലുള്ളാഹി വഫാത്തായ ദുഃഖത്തിലിരിക്കുമ്പോ നിങ്ങളാ മുഹമ്മദ് എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ട് കരഞ്ഞുപോയി സൽമാനുൽ ഫാരിസി. അവിടുന്ന് പറഞ്ഞു, അന അബ്ദുഹു, ഞാനാ മുഹമ്മദ് നബിയുടെ അടിമയാണ്. അബ്ദുക്കൽ മിസ്കീനു യർജു ഫദ്ലഹക്കൽ ജമ്മൽ ഗഫീറു. സഹാബത്തിന്റെ പ്രയോഗമാണ്. നബി തങ്ങളുടെ അടിമയാണ് ഞാൻ.
ഇതങ്ങ് പറഞ്ഞപ്പോ സുഹൃത്തുക്കളെ അദ്ദേഹത്തിന്റെ ചോദ്യം ഐനഹുവ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി എവിടെയാണ് അവിടുന്ന് ഉള്ളത്? യഹൂദി ചോദിക്കുമ്പോ എവിടെയാ ഉള്ളത് എന്ന് ചോദിക്കുമ്പോ 3 ദിവസം മുമ്പ് വഫാത്തായി പോയി എന്നല്ലേ പറയണ്ടേ? അത് സൽമാൻ അൽ ഫാരിസികൾ പറഞ്ഞില്ല. അത് പറഞ്ഞാൽ എന്താ കുഴപ്പമോ? അത് പറഞ്ഞാൽ ഇയാൾ മടങ്ങിപ്പോ. അപ്പൊ ഇയാൾക്ക് ഹിദായത്തിന്റെ വെളിച്ചം കിട്ടുന്നുണ്ട് ഇല്ലാണ്ട് വഫാത്തായി എന്ന് പറഞ്ഞില്ല, ഉണ്ട് എന്ന് പറഞ്ഞില്ല, കളവ് പറയാൻ പറ്റില്ലല്ലോ. എന്ത് പറഞ്ഞു? ഞമ്മക്ക് മുഹമ്മദ് നബിയുടെ ശിഷ്യന്മാരെടുക്ക പോവാന്ന്. ഇയാൾ എന്നാ പോവാ? മദീനത്തെ പള്ളിയിൽ കയറി ചെല്ലുമ്പോൾ നിറയെ സഹാബത്ത, അവരൊക്കെ ദുഃഖത്തിൽ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയം 3 ദിവസമല്ലേ ആയുള്ളൂ അല്ലാഹുവിന്റെ റസൂലിന്റെ വഫാത്ത് കഴിഞ്ഞിട്ട്. ഇയാള് നേരെ കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും യാ മുഹമ്മദ്, മൂപ്പര ധാരണ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്സലാമു അലൈക്കും യാ മുഹമ്മദ് പറഞ്ഞു തീരുമ്പോഴേക്ക് സഹാബത്ത് മുഴുവൻ കൂട്ടക്കരച്ചിൽ തന്നെ. കാരണം അല്ലാഹുവിന്റെ റസൂലിനെ കുറിച്ച് അവരെ മനസ്സിൽ ഓർമ്മ വന്നു. എല്ലാവരും പൊട്ടിക്കരഞ്ഞുപോയി. അദ്ദേഹത്തോട് നിങ്ങൾ ഏത് നാട്ടുകാരനാണ്, നിങ്ങൾ എവിടുന്ന് വരികയാണ്, നിങ്ങൾക്കറിയില്ലേ 3 ദിവസമായില്ലേ അവിടുന്ന് വിട്ടുപിരിഞ്ഞിട്ട്? ആ സമയത്ത് അദ്ദേഹം എന്താ ചെയ്തത്? ഫസാഹ, അവിടുന്ന് അതാ ഉറക്കെ നിലവിളിക്കുന്നു, യാ ഹുസ്ന വാദിയാ സഫരീ, എന്റെ ദുഃഖമേ, എന്റെ യാത്രയുടെ നഷ്ടമേ, എന്റെ ഉമ്മ എന്നെ പ്രസവിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ഞാൻ തൗറാത്ത് നോക്കിയില്ലെങ്കിൽ, നോക്കിയിട്ട് കണ്ടിരുന്നില്ലെങ്കിൽ, കണ്ട സ്ഥിതിക്ക് വന്നപ്പോൾ അവിടുത്തെ ഒന്ന് കാണാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഇത് ചോദിച്ചുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, എന്താ പറയുന്നത്? ഹൽ, അതെ, ഹൽ മിൻകും അലി, നിങ്ങളെ കൂട്ടത്തിൽ അലിയുണ്ടോ? നഅം, ഉണ്ട്, അലി ഇബ്നു അബീ താലിബ്. നിങ്ങളെ പേരെന്താണ്? എന്റെ പേര് അലി. നിങ്ങളെ കുറിച്ച് ഞാൻ തൗറാത്തിൽ വായിച്ചിട്ടുണ്ട്. നിങ്ങളൊന്ന് എനിക്ക് മുഹമ്മദ് നബിയുടെ മഹത്വം, അവിടുത്തെ വിശേഷണം ഒന്ന് പറഞ്ഞു തരുമോ? അലി റളിയല്ലാഹു അൻഹു തുടങ്ങി റസൂലുള്ളാഹിന്റെ മദ്ഹ്. ലാദേ കാന ലാ തബീലൻ വലാ ഖസീറാ, അവിടുത്തെ കൂടുതൽ പൊക്കമുള്ള ആളല്ല, കൂടുതൽ നീളം കുറഞ്ഞ ആളല്ല, ഒത്ത നീളമുള്ള ആളാണ്. മുദവ്വറർ റസി, വട്ടത്തലയാണ്. അതേ അസജ്ജൽ ഹാജിബൈൻ സഹ്ലൽ ഖദ്ദൈൻ അഖ്മസൽ ഖദമൈൻ വാദിഹൽ ജബീൻ. അവിടുത്തെ കണ്ണിന്റെ അഴക്, അവിടുത്തെ അതാ മുഖത്തിന്റെ അഴക്, അവിടുത്തെ നെറ്റിയുടെ അഴക്, അവിടുത്തെ കാലിന്റെ അഴക്, അങ്ങനെ അവിടുത്തെ ഭംഗികളൊക്കെ വിവരിച്ചുകൊണ്ട് അവിടുത്തെ ചുമലിനിടയിൽ നുബുവത്തിന്റെ അടയാളം ഇങ്ങനെ അങ്ങ് പറയുമ്പോ, അതേ ഇതാ ചിരിച്ചാൽ അവിടുത്തെ അതാ അവിടുത്തെ തൊള്ളയിൽ പ്രകാശം ഇങ്ങനെ ചൊരിയും. ഈ യഹൂദി പറയുന്നു, തൗറാത്തിലും ഇങ്ങനെ തന്നെയാ ഉള്ളത്. പിന്നെ അദ്ദേഹത്തിന്റെ ചോദ്യം എന്താ? എനിക്ക് മണക്കാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ ഒരു വസ്ത്രം കിട്ടുമോ? സ്നേഹം വന്നാൽ അങ്ങനെയാണ്. അവിടുന്ന് തൊട്ട സാധനം കിട്ടുമോ എന്നാണ്. പിന്നെ അവിടുത്തെ സറവാക്കപ്പെട്ട അവിടുത്തെ പുണ്യകേശം കിട്ടുമെങ്കിൽ പറയണോ? അവിടുന്ന് വിതരണം ചെയ്തതല്ലേ ഹജ്ജത്തുൽ വദായിൽ. സുഹൃത്തുക്കളെ, ഇരിക്കട്ടെ, വസ്ത്രം കിട്ടുമോ എന്ന് ചോദിച്ചപ്പോ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞേക്കുന്നു, സൽമാൻ റളിയല്ലാഹു അൻഹുവിനെ ഫാത്തിമ ബീവിയുടെ സമീപത്തേക്ക് ജുബ്ബക്കുപ്പായം ഒന്നി കൊടുത്തേക്കണം. ഫാത്തിമ ബീവിയുടെ വീട്ടിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു കരഞ്ഞിരിക്കുകയാണ്. യതീം കുട്ടികളെ വാതിലിനാരാ മുട്ടുന്നത്? ഫാത്തിമ ബീവിയുടെ ചോദ്യം. അലി ഇബ്നു അബീ താലിബ് അയച്ചതാണ്, സൽമാനാണ്. ജുബ്ബക്കുപ്പായം, അല്ലാഹുവിന്റെ റസൂലിന്റെ ജുബ്ബക്കുപ്പായം എടുത്തു തരണം. ആരാണ് ബാപ്പയുടെ കുപ്പായം ധരിക്കാനല്ല, ചുംബിക്കാനാണ്. ആ കുപ്പായം എടുത്തു കൊടുത്തു, ആദരവോടെ കൊണ്ടുവന്നു മദീന പള്ളിയിലേക്ക്. സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരെ, മുഅ്മിനീകളെ, ജുബ്ബക്കുപ്പായം നിവർത്തി നോക്കുമ്പോ 7 സ്ഥലത്ത് 7 സ്ഥലത്ത് നാര് കൊണ്ട് തുന്നിയിട്ടുണ്ട്. 7 സ്ഥലത്ത് നാര് കൊണ്ട് തുന്നിയിട്ടുണ്ട്. ദുനിയാവിന്റെ ആഡംബരവുമായി ജീവിച്ചതല്ല, സമൂഹത്തിന് വേണ്ടി ജീവിച്ചതാണ് കേട്ടോ.
അലി ഇബ്നു അബീ താലിബ് തുരുദരാ ചുംബിക്കുന്നു, സഹാബത്ത് ചുംബിക്കുന്നു, ഈ വന്ന യഹൂദിയും ചുംബിക്കുന്നു. ചുംബിച്ചുകൊണ്ട് അദ്ദേഹം പറയുന്നു, ഈ കുപ്പായത്തിന് എന്തൊരു സുഗന്ധമാണ് അല്ലാഹ്, എന്തൊരു നല്ല മണമാണ് അല്ലാഹ്. അവിടുന്ന് വഫാത്തിന് മുമ്പ് ധരിച്ച കുപ്പായത്തിന് ഇത്ര സുഗന്ധമാണെങ്കിൽ അവിടുത്തെ ശരീരത്തിന്റെ സുഗന്ധം എന്തായിരിക്കും അല്ലാഹ്. ചുംബിച്ചുകൊണ്ട് ഖബറിന്റെ സമീപത്തേക്ക് അങ്ങ് നീങ്ങിയിട്ട് യാ റബ്ബി അന്നക അഹദുൽ ഫർദുൽ സമദ്, റബ്ബേ ഞാൻ സാക്ഷിയാകുന്നു നീ ഏകനാണ്, നീ ഒറ്റക്കാണ്, നിന്നിലേക്ക് ആർക്കും ആവശ്യമില്ല, നീ എന്നിലെ എല്ലാവരിലേക്കും, എല്ലാവരും നിന്നിലേക്ക് ആവശ്യമുള്ളവർ, നിന്നിലേക്ക് എല്ലാവർക്കും ആവശ്യമുണ്ട്, നിനക്ക് ആരിലേക്കും ആവശ്യമില്ല, ഏകനാണ് അല്ലാഹ്. വഅശ്ഹദു അന്ന സാഹിബ ഹാദൽ ഖബ്രി റസൂലുഹു വഹബീബുഹു. അതേ വഅശ്ഹദു അന്ന സാഹിബ ഹാദൽ ഖബ്രി റസൂലുക വഹബീബുക വസദ്ദഖ്തുഹു ഫീ ജമീഇ മാ ഖാൽ. ഈ ഖബറിൽ കിടക്കുന്ന മഹാനിന്റെ റസൂലാണ്, ഹബീബാണ്, അവിടുന്ന് പറഞ്ഞതൊക്കെ ഞാൻ വിശ്വസിച്ചു അല്ലാഹ്. ഇൻ ഖബിൽത ഇസ്ലാമി, എന്റെ ഇസ്ലാം നീ സ്വീകരിച്ചെങ്കിൽ ഫഖ്ബിദ് റൂഹി ഇലൈകൽ ആൻ, ഇപ്പോൾ എന്റെ റൂഹ് പിടിക്കണേ അല്ലാഹ്. പറഞ്ഞു തീരുമ്പോഴേക്ക് അതാ മറിഞ്ഞു വീണ് വഫാത്തായി പോയി. സഹാബത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ബഖീൽ മറവ് ചെയ്യുന്നു. അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചാൽ ഈമാൻ ഉണ്ടെങ്കിൽ അങ്ങനെയാണ് കേട്ടോ. അവിടുത്തെ കാണണം, ഇല്ലെങ്കിൽ അവിടുത്തെ എന്തെങ്കിലും തിരുശേഷിപ്പ് കാണണം, അവിടുത്തെ കുപ്പായം കാണണം, അവിടുത്തെ രോമം കാണണം, അവിടുത്തെ സറഫാക്കപ്പെട്ട ശഅർ മുബാറക് കാണണം, അത് ചുംബിക്കണം. വലിയ വാശിക്കാരനായ മുശ്രിക്കായിരുന്നില്ലേ സുഹൈൽ ഇബ്നു അംർ? ഹജ്ജത്തുൽ വദായിൽ അവിടുത്തെ മുടി കഷ്ടമെടുത്ത് അതാ കണ്ണിന് വെക്കുകയല്ലേ. ഈമാൻ ഖൽബിൽ കടന്നാൽ അങ്ങനെയല്ലേ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്ത് ഞങ്ങളുടെ ഖൽബിൽ നീ ഏറ്റിത്തരണം റഹ്മാനേ. അവിടുന്ന് പഠിപ്പിച്ചതനുസരിച്ച് കൃത്യമായി നിസ്കരിച്ച് സുന്നത്തുകൾ ജീവിതത്തിലെടുത്ത് ഹറാമുകൾ കൈയൊഴിച്ച് തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാനേ. അവിടുന്ന് മാനവികത ഉണർത്തിയ നേതാവാണ്. ആ മാനവികത ഉണർത്തൽ പണ്ഡിതന്മാരെ കാടപ്പാടാണ്. മാനവികത പൂർണ്ണമായും തകർന്ന് മൃഗീയത വളർന്ന ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് മാനവികത ഉണർത്താൻ സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനാ കുടുംബങ്ങൾ ഒന്നടങ്കം പ്രവർത്തിച്ചുകൊണ്ട് ലോകത്ത് തുല്യതയില്ലാത്ത മുസ്ലിം നേതാവും പണ്ഡിതനുമായ ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹുവിലേക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകട്ടെ, ഉസ്താദ് അവர்கள் നടത്തുന്ന കേരള യാത്ര അത് അല്ലാഹുവിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശയം പഠിപ്പിക്കാനുള്ള യാത്രയാണ്. അതിനെല്ലാവരും സജീവമായ പ്രവർത്തനങ്ങളുണ്ടാകണം എന്ന് ഈ സമയത്ത് ഉണർത്തി ബാക്കി കാര്യങ്ങൾ ഇൻഷാ അല്ലാഹ് തങ്ങളവர்கள் പറയും. നമ്മുടെ ബാദ്ഷാ സഖാഫി അടക്കം അതുപോലെ സയ്യിദന്മാരും ആലിമീങ്ങളും പലരും ഈ സദസ്സിലുണ്ട്. ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഇവിടെ വന്നപ്പോൾ കുറ്റ്യാടി സിറാജുൽ ഹുദയിലേക്ക് പലരും നേർച്ച സംഖ്യകൾ ഏൽപ്പിച്ചവരുണ്ട്. എവിടെ ചെന്നാലും നേർച്ച കിട്ടുന്ന ഒരു കൊല്ലത്തിൽ 12 ലക്ഷം രൂപയോളം നേർച്ച കിട്ടുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നേർച്ച ചെയ്തവർക്കും സദഖ ചെയ്തവർക്കും ഒക്കെ ഒരു മാസത്തിൽ, കൊല്ലത്തിലല്ല മാസത്തിൽ 12 ലക്ഷം രൂപയോളം നേർച്ച കിട്ടുന്നുണ്ട്. ഒരു മാസത്തിൽ 30 ലക്ഷം രൂപയോളം ചെലവ് വേണ്ടതുകൊണ്ട് എത്ര കിട്ടിയാലും നമുക്ക് മതിയാവില്ല. അത് വേറെ വിഷയമാണ്. നിങ്ങൾ എല്ലാവരും ദുആ ചെയ്യണം. സ്ഥാപനങ്ങൾ പഠിക്കുന്ന മുഴുവൻ കുട്ടികൾക്കും അല്ലാഹു നല്ല വിജയം, SSLC പരീക്ഷയിലും മറ്റു പരീക്ഷയിലൊക്കെ അല്ലാഹു തആല വിജയം നൽകട്ടെ. അതുപോലെ ബഹുമാനപ്പെട്ട തങ്ങൾ നടത്തുന്ന മഅദിനും മർക്കസും അങ്ങനെ തുടങ്ങി നമ്മുടെ എത്രയോ സ്ഥാപനങ്ങൾ എല്ലാ ജില്ലയിലുണ്ട്, ഇവിടെയുണ്ട്. എല്ലാ സ്ഥാപനത്തെയും എല്ലാവരും സഹകരിക്കണം. എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട തങ്ങൾ അവர்களுം മറ്റുള്ളവരൊക്കെ ആവശ്യമായ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകും. അല്ലാഹുവേ, ഞങ്ങളുടെ മജ്ലിസ് നീ ദുആ ഇജാബത്തുള്ള മജ്ലിസ് ആക്കണം റഹ്മാനേ. ഈ സലാത്തിന്റെ മജ്ലിസ് എന്നും നീ നിലനിർത്തുകയും വളരെ വളരെ കൂടുതൽ ആളുകൾ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്തുള്ള മജ്ലിസായി നീ അഭിവൃദ്ധിപ്പെടുത്തുകയും ചെയ്യണം റഹ്മാനേ എന്ന് ദുആ ചെയ്യുന്നു. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.